ക്രൈസ്തവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ, ഗിദെയോനെ നോക്കി യഹോവയുടെ ദൂതൻ പറഞ്ഞത്, ഈ ബലത്തോടെ പോക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മിദ്യാന്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവദാസന്മാരെ അവരുടെ ശുശ്രൂഷാപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, അവരുടേതായിരിക്കുന്ന പ്രവർത്തനത്തിൽ അവർക്ക് ലഭിക്കപ്പെടുന്നതായ വിടുതലുകൾ എന്തൊക്കെയാണ്, അവർക്ക് ലഭിക്കപ്പെടുന്ന ശുശ്രൂഷകൾ സഭയ്ക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം, വ്യക്തികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, കുടുംബങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, തങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തിലെ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായി തീരുന്ന വിധത്തിലുള്ള എല്ലാവിധമായ ആത്മീയ അനുഗ്രഹങ്ങളും ഓരോ പ്രിയപ്പെട്ടവർക്കും ലഭിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ തിരുവചനങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ വിശ്വാസികളും വചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കണം. കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുന്നവരായി, വിശുദ്ധിയും വേർപാടുമുള്ള സഭയായി, ആത്മീയമായ അനുഗ്രഹത്തോടുകൂടെ യഹോവയെ കാത്തിരിക്കുന്നവരായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തിരുവചനങ്ങൾ ഞങ്ങൾ ഘോഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം അതിനോടുള്ള ബന്ധത്തിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, അത് ദൈവത്തിൻ്റെതായ ശുശ്രൂഷ എങ്ങനെ ദൈവം നിവൃത്തിയാക്കും, അതുമായി ബന്ധപ്പെട്ടൊരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യശകലമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, അനേക സന്ദർഭങ്ങൾ നമ്മൾ വായിച്ച വേദഭാഗം, അനേക ദൈവദാസന്മാരിലൂടെ കേൾക്കപ്പെട്ട തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കും തോറും അറിയും തോറും അതിൻ്റെ ആത്മീയത കൂടുതൽ വർദ്ധിക്കുകയാണ്. ആത്മാവിൽ ഒരു പ്രചോദനം ലഭിക്കപ്പെടുകയാണ്. വീണ്ടും ആത്മീയമായ സത്യങ്ങളെ, വചനത്തിൻ്റെ സത്യ അവസ്ഥകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യഥാസമയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാസമയം നമ്മൾ അതിനുവേണ്ടി ജാഗരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ തീഷ്ണമായ എരു നമുക്കെല്ലാവർക്കും വേണം. ആത്മാവിൽ എരിവുള്ളവരാകണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്. ആത്മാവിൽ എരിവുണ്ടായിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ആത്മാവിലുള്ള ആ വലിയ ആത്മീയമായ പ്രചോദനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, യോശുവയെ സംബന്ധിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവദാസനായ മോശയ്ക്ക് ശേഷം, മോശയുടെ കാലശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയാണ് യോശുവ. വളരെ അനുസരണമുള്ള വ്യക്തിയാണ്, ക്ഷമാശീലമുള്ള വ്യക്തിയാണ്, വളരെ സൗമ്യനായിരിക്കുന്ന വ്യക്തിയാണ്, ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്, കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. മോശയ്ക്ക് നല്ല സഹായമായി കൂടെ നിന്ന വ്യക്തിയാണ്. മോശയെ എപ്പോഴും ശുശ്രൂഷയിൽ സഹായിക്കുവാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് മോശ മരിക്കുന്നതിന് മുൻപ് മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നു. അതിനുശേഷം ദൈവം യോശുവയെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത്, നൂന്റെ മകനായിരിക്കുന്ന യോശുവയോട് പറഞ്ഞത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഒക്കെ പ്രശ്നങ്ങളാണ്. ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ നേർവഴികളിലൂടെ
ഒരു സമൂഹത്തെ നയിപ്പാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഒരു കൂട്ടം ജനങ്ങളെ സേവിക്കുമ്പോൾ, ഒരു കൂട്ടം ജനങ്ങളെ നയിക്കുമ്പോൾ, അവരുടേതായിരിക്കുന്ന നേതൃത്വ നിരയിലേക്ക് വരുമ്പോൾ, അവരുടേതായിരിക്കുന്ന സകല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ എല്ലാവരും അനുകൂലമായിരിക്കണമെന്നില്ല. ചില ആളുകൾ അനുകൂലമായി നിൽക്കും, ചിലർ പ്രതികൂലമായി നിൽക്കും. ചിലർ അത് പ്രതികരിക്കുന്നവരുണ്ടാകും, ചില പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കാത്തവരുണ്ടാകും. പല വിഭാഗത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. നീ ഉള്ളംകാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് നൽകി തരും. നിന്റെ കണ്ണ് എവിടെ എത്തുന്നുവോ അതുവരെ നിന്റെ അതിരായിരിക്കും. അപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞത് അതിരുകളെ കൽപ്പിച്ചുകൊണ്ടാണ്, വാഗ്ദാനം നൽകിക്കൊണ്ടാണ്, അറിവ് പകർന്നു കൊടുത്തുകൊണ്ടാണ്, ദർശനം നൽകിക്കൊടുത്തുകൊണ്ടാണ്, തളരാതെ നിൽക്കുവാനുള്ള ബലം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്, ശക്തി പകർന്നുകൊണ്ടാണ്. ഒരു ശുശ്രൂഷകന് വേണ്ടതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുക. ആ യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ വായിക്കുന്നത് അവർ യെരിഹോവിലെത്തി എന്നാണ് വായിക്കുന്നത്. അവർ ഓരോ സ്ഥലങ്ങളും കടന്ന ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യാണ് കനാൻ ദേശത്തേക്ക്. അപ്പോൾ യെരിഹോവിൽ വന്നപ്പോൾ യെരിഹോവിലെ രാജാവ്, യെരിഹോവിലെ പട്ടണം, യെരിഹോവിലെ കാവൽക്കാർ, യെരിഹോവിലുള്ള ജനങ്ങൾ അതെല്ലാം ശക്തന്മാരെന്നാണ് വായിക്കുന്നത്, കുറഞ്ഞ ആൾക്കാരല്ല. അപ്പോൾ വലിയ ശക്തന്മാരുടെ നടുവിലേക്കാണ് ഒരു സാധുവായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അയക്കുന്നത്. ആ വ്യക്തിയോട് ദൈവം പറയുകയാണ്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യുദ്ധവീരന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു, രാജാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു, മന്ത്രിമാരെ ഏൽപ്പിച്ചിരിക്കുന്നു, സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയുള്ള സകല ജനത്തെയും നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നീ അവരെ ഭയപ്പെടുന്നത് എന്തിനാണ്? അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഉൾബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ടതില്ല. നീ അവരുടെ മുൻപിൽ തല കുനിക്കേണ്ടതില്ല. തല ഉയർത്തി പിടിക്കണം, ഉയർന്ന് തന്നെ നിൽക്കണം. കാരണം നീ യഹോവയാൽ നയിക്കപ്പെടുന്നവനാണ്, യഹോവയാൽ വിളിക്കവനാണ്, യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, യഹോവയുടെ ശബ്ദം കേട്ടിറങ്ങിയവനാണ്. പിന്നെ നീ ആരെ പേടിക്കണം? അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞത്, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചിലതൊക്കെ ഏൽപ്പിച്ചു തരും. നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങൾ, ഈ ഭൂമിയിലുള്ള അവകാശങ്ങൾ, പാർപ്പിടമാകുന്ന അവകാശങ്ങൾ, വസ്തുവാകുന്ന അവകാശങ്ങൾ, ജോലിയാകുന്ന അവകാശങ്ങൾ, പ്രൊമോഷനാകുന്ന അവകാശങ്ങൾ, ബിസിനസ് ആകുന്ന അവകാശങ്ങൾ, വിദ്യാഭ്യാസമാകുന്ന അവകാശങ്ങൾ ശത്രു കെട്ടി അടച്ചിരിക്കുന്നെങ്കിൽ അതിനെ നിന്റെ കയ്യിലേൽപ്പിക്കും. വിടിവിക്കുവാൻ അതിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമുണ്ട്, പ്രയാസമുണ്ട്, നിരാശയുണ്ട്, സങ്കടമുണ്ട്, ശത്രു ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നീ പട്ടണം പിടിക്കാൻ പോവുക. അത് പിടിക്കുവാൻ നീ യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം വിളിച്ചത്. ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം 60 വർഷക്കാലം വിശ്വാസ ജീവിതത്തിൽ നിലകൊണ്ട എൻ്റെ പ്രിയ സഹോദരൻ ബ്രദർ KJ ജോൺ പുതുപ്പള്ളി, അദ്ദേഹം കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ 13-ാം തീയതി തൻ്റെ അടക്ക ശുശ്രൂഷകൾ നടന്നു. CPM ചർച്ചിൽ ആണ് നടത്തപ്പെട്ടത്. 60 വർഷക്കാലം വിശ്വാസത്തിൽ നിന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായും നല്ല ആത്മീയ ദർശനത്തോടുകൂടെ കാഴ്ചപ്പാടോട് നിൽക്കാൻ ദൈവം ഇടയാക്കി. എല്ലാം വളരെ ഭംഗിയായും വളരെ മനോഹരമായും ആത്മീയമായും ശുശ്രൂഷകൾ നിർവഹിച്ച് ആ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളെ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വാക്കുകൊണ്ടും ഞങ്ങളെ വിളിച്ച് ഫോണിലൂടെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സുഖസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിന്റെ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവേ സ്തോത്രം. ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചിട്ടുണ്ട്, ഓരോ വ്യക്തിയും ആക്കിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ചിലതൊക്കെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. ഒതുക്കി വെച്ചിരിക്കുന്നത് ലഭിക്കപ്പെടുവാനിടയാകണം.
അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, പ്രായമായ മാതാപിതാക്കള്, രോഗികളായി കിടക്കുന്നവര്, കുഞ്ഞുങ്ങളുടെ വിവാഹം ആഗ്രഹിക്കുന്നവര്, തലമുറയ്ക്ക് വേണ്ടി കരയുന്നവര്, ഈ ദിവസങ്ങളിലായി സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, ബിസിനസ് ചെയ്യുന്നവരെല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾക്ക് അവകാശമായി ലഭിക്കപ്പെട്ടതൊക്കെ കൈയടക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ തകർത്തുകൊണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് ലഭ്യമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കും.